ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന ലോകത്തിൽ വെളിച്ചത്തിൻ്റെ ഒരു ലോകമുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് ഇരുട്ടിൻ്റെ ലോകത്തെ വ്യക്തികളെക്കുറിച്ചാണ്. ഈ ഇരുട്ടിൻ്റെ ലോകത്തിലെ വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം അവൻ്റെ തലവനെക്കുറിച്ച് പറയണം. അവൻ്റെ തലവൻ്റെ പേര് ലൂസിഫർ എന്നാണ്. മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ബൈബിളിലും ആ പേരില്ല. മലയാളം ബൈബിളിൽ ഇവനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. എസക്കിയേൽ പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെ നമ്മൾ വായിക്കുമ്പോൾ അതിങ്ങനെ എഴുതുന്നേ: മനുഷ്യപുത്ര, സോർ രാജാവിനെക്കുറിച്ചൊരു വിലാപഗീതം പാടി അവനോട് പറയുക, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നീ പരിപൂർണതയുടെ മാതൃകയായിരുന്നു, ജ്ഞാനസമ്പൂർണനും സൗന്ദര്യം തികഞ്ഞവനും തന്നെ. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്യരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം ഇങ്ങനെയുള്ള എല്ലാ വിശിഷ്ട രത്നങ്ങളാലും നീ അലങ്കരിക്കപ്പെട്ടിരുന്നു. നിന്നെ നിർമ്മിച്ച നാളിൽ നിൻ്റെ ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും സ്വർണ്ണ നിർമ്മിതമായിരുന്നു. നിന്നെ സൃഷ്ടിച്ചപ്പോൾ അവയെല്ലാം ഒരുക്കിയിരുന്നു. നീ അഭിഷിക്തനും മറയ്ക്കുന്നവനുമായ കെരൂബായിരുന്നു. നീ വിശുദ്ധമായ ദൈവപർവ്വതത്തിൽ ആക്കപ്പെട്ടിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ ദുഷ്ടത കണ്ടെത്തുന്നും വരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിൻ്റെ ബാഹുല്യം നിമിത്തം നിന്റെ അന്തരംഗം അക്രമത്താൽ നിറഞ്ഞു. അങ്ങനെ നീ പാപം ചെയ്തു. അതിനാൽ ഞാൻ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ നിന്ന് നിന്നെ അശുദ്ധനെണ്ണി പുറത്താക്കി കളഞ്ഞു. മറയ്ക്കുന്ന കൊരൂപേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് നിഷ്കാസനം ചെയ്തു. നിൻ്റെ സൗന്ദര്യം നിമിത്തം നിൻ്റെ ഹൃദയം നിഗളിച്ചു. നിൻ്റെ തേജസ് നിമിത്തം നിൻ്റെ ജ്ഞാനത്തെ നീ ദുഷിപ്പിച്ചു. തന്മൂലം ഞാൻ നിന്നെ ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. രാജാക്കന്മാരുടെ മുമ്പിൽ ഞാൻ നിന്നെ ഒരു പ്രദർശന വസ്തുവാക്കി തീർത്തു. ഇത് ഒരു കെരൂബായിരുന്ന ഒരുവനെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. ഇതിൻ്റെ ഒരു മറുഭാഗം യെശയ്യാവിൻ്റെ പുസ്തകത്തിലുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിലാണ്. 12, 13 വാക്യങ്ങളാണ്, അല്ലെങ്കിൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. അതിങ്ങനെ എഴുതിയേക്കുന്നത്: അരുണോദയത്തിൻ്റെ പുത്ര, പ്രഭാത നക്ഷത്രമേ, നീ ആകാശത്തുനിന്ന് വീണുപോയത് എങ്ങനെ? രാഷ്ട്രങ്ങളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ വെട്ടേറ്റ് ഭൂമിയിൽ വീണുപോയതെങ്ങനെ? ഞാൻ സ്വർഗത്തിൽ കയറും, ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മേൽ ഉന്നതങ്ങളിൽ ഞാൻ എൻ്റെ സിംഹാസനം വയ്ക്കും. ഉത്തരദിക്കിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. മേഘോന്നതികൾക്ക് മീതെ ഞാൻ കയറും. എന്നെ തന്നെ ഞാൻ ദൈവത്തിന് തുല്യനാക്കും എന്നാണല്ലോ നീ പറഞ്ഞത്. 15-ാമത്തെ വാക്യം പറഞ്ഞു: എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അഗാധതയിലേക്ക് തന്നെ താഴ്ത്തപ്പെടും. ഇങ്ങനെ മലയാളം ബൈബിളിൽ അരുണോദയ പുത്രനായ ശുക്ര എന്ന് പറയുമ്പോൾ NKJV കിങ് ജെയിംസ് വേർഷൻ ബൈബിളിൻ്റെ, ഇംഗ്ലീഷ് ബൈബിളിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ മലയാളം ബൈബിൾ അരുണോദയ പുത്രനായ ശുക്ര എന്ന് പറയുന്നതിന് പകരം അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഓ ലൂസിഫർ എന്നാണ് എഴുതി വച്ചേക്കുന്നത്. അപ്പോൾ ഓ ലൂസിഫർ സൺ ഓഫ് മോർണിംഗ് സ്റ്റാർ എന്നാണ് എഴുതിയേക്കുന്നത്. അതായത് നമ്മളിതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ: പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ്, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആദിക്ക് മുമ്പ്, ദൈവത്തിന് കോടാനുകോടി ദൂതന്മാരുണ്ടായിരുന്നു. അവർക്ക് നമ്മൾ വചനം നോക്കുമ്പോൾ 3 തലവന്മാരുണ്ടായിരുന്നു. അതിലൊരു തലവൻ്റെ പേര് ഗബ്രിയേൽ എന്നാണ്, ഒരു തലവൻ്റെ പേര് മിഖായേൽ എന്നാണ്, മറ്റൊരു തലവൻ്റെ പേര് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലൂസിഫർ എന്നായിരുന്നു. ദാനിയേൽ പുസ്തകത്തിൽ ദാനിയേലിന് മറുപടിയായി വന്ന ദൂതൻ ഗബ്രിയേലാണ്. ഈ മറിയത്തിൻ്റെ അടുത്തും സെക്കരിയാവിൻ്റെ അടുത്തുമൊക്കെ വന്നത് ഗബ്രിയേൽ ദൂതനായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദൂതപ്രമാണിയാണ്, സന്ദേശങ്ങൾ കൊണ്ട് പോകുന്നതിൻ്റെ തലവനാണ് ഗബ്രിയേൽ. ഇനി മിഖായേൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സർവ്വ സൈന്യാധിപനായിട്ടാണ് നമ്മൾ കാണുന്നത്, യുദ്ധപ്രഭുവായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ദാനിയേലിന് മറുപടിയും കൊണ്ട് വന്നപ്പോൾ 2-ാം സ്വർഗത്തിൽ ഈ മറുപടിയെ 21 ദിവസം തടഞ്ഞു നിർത്തിയ പൈശാചിക ശക്തിയോട് പോരടിക്കാൻ ഇറങ്ങി വന്നവനാണ് ഈ മിഖായേൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ദാനിയേലിൻ്റെ പുസ്തകത്തിലൊക്കെ അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എന്നാൽ
ഈ ലൂസിഫർ എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള ഭാഗങ്ങളാണ് നമ്മളിപ്പം വായിച്ചു കേട്ടത്. വെളിപ്പാട് പുസ്തകം 19:2 പറയുന്നു, ഭൂതലത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്നവനും പിശാചെന്നും സാത്താൻ എന്നും പേരുള്ളവനുമായ പഴയ പാമ്പിനെ തള്ളിയിട്ട് കളഞ്ഞു, അവനെയും അവനോടുകൂടെ അവൻ്റെ ദൂതന്മാരെയും ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. എന്ന് പറഞ്ഞാൽ അന്ന് ദൈവത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൂതപ്രമാണിമാരിൽ ഒരുവനായ, ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള ചരിത്രമാണ്, എന്നാണെന്നൊന്നും നമുക്കറിയത്തില്ല, ആ ദൂതന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനായിരുന്ന ഒരുവനായിരുന്നു ഈ ലൂസിഫർ. സൗന്ദര്യ സമ്പൂർണനായിരുന്നു, എല്ലാ രത്നങ്ങളും അവനെ ധരിപ്പിച്ചിരുന്നു, അഗ്നിമയ രഥങ്ങളിൽ അവൻ യാത്ര ചെയ്തിരുന്നു. അവൻ ഏറ്റവും ദൈവം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആളായിട്ട് അവിടെ നിന്നിരുന്നവനാണ്. ഇവൻ തൻ്റെ ഹൃദയത്തിൽ 6 പ്രാവശ്യം ദൈവത്തോടെ മത്സരിച്ചെന്നും അങ്ങനെ 6 അവൻ്റെ സംഖ്യയായെന്നും 666 പൈശാചിക സംഖ്യയായെന്നും ഒക്കെ നമ്മൾ വായിക്കുന്നു. ഇനി ദൈവത്തിൻ്റെ വചനം പറയുന്നു, എഫേസ്യ ലേഖനം 6:12 പറയുന്നു, നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, എന്ന് പറഞ്ഞാൽ മനുഷ്യരോടല്ല, മനുഷ്യരുടെ ഉള്ളിൽ വസിക്കാൻ കഴിവുള്ള വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർലോകത്തെ ദുഷ്ടാത്മ സേനയോടും എത്ര എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രപഞ്ചത്തിൻ്റെ മേളിലുള്ള അന്ധകാര ശക്തി. ഈ അന്ധകാര ശക്തി വിശ്വാസിയെ അല്ല, യേശുക്രിസ്തുവിനെ വരെ പോയി പ്രലോഭിപ്പിച്ചവനാണ്. യേശുവിനെ അവൻ 40 ദിവസത്തെ ഉപവാസം കഴിയുമ്പോൾ യേശുവിനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് എന്ന് നിന്ന് 3 പ്രലോഭനങ്ങൾ മുന്നോട്ട് വെച്ചവനാണ് ഇവൻ. ശക്തൻ തന്നെയാണ്. ഇവൻ മനുഷ്യനെ സംബന്ധിച്ച് അതിശക്തനാണ്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് ഇവൻ ഒന്നുമല്ലതാനും. കാരണം ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ പോലും ഇവൻ ഭയപ്പെട്ടു പോന്നവനാണ്. സ്വർഗത്തിൽ വസിച്ചിരുന്ന ഇവനും ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സംഘം ദൂതന്മാരും ദൈവത്തിൻ്റെ ഇവന്മാരോട് പോരടിച്ച് ഇവരെ സ്വർഗത്തിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക്, ഭൂമിയിലേക്കെന്ന് പറഞ്ഞെങ്കിലും ഇവരെ അന്തരീക്ഷത്തിലേക്ക് അടിച്ചു കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. ഇവരാണ് 2ാം സ്വർഗത്തിലും സ്വർലോകം എന്ന വായുമണ്ഡലത്തിലും വസിക്കുന്ന പൈശാചിക ശക്തികൾ. ഇവർക്ക് തലവൻ്റെ പേരാണ് ലൂസിഫർ. അങ്ങനെയെങ്കിൽ ഈ ലൂസിഫറും ഇവൻ്റെ ഭരണ സംവിധാനങ്ങളും ഇവൻ്റെ കാര്യങ്ങൾ നടത്തുന്ന ആ കുട്ടി പിശാചുക്കളും എല്ലാം ചേർന്നതാണ് ഇരുട്ടിൻ്റെ രാജ്യത്തിലെ വ്യക്തികൾ. ഇവരുടെ സംവിധാനമാണ് ഇരുട്ട്. ഇവരാണ് ഓരോ സംവിധാനങ്ങളുടെയും പുറകിൽ, ഈ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങളുടെയും പുറകിൽ പരിവർത്തിക്കുന്നത് ഇവരാണ്. അങ്ങനെയെങ്കിൽ വെളിച്ചത്തിൻ്റെ രാജ്യവും അതിൻ്റെ വ്യക്തികളെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ കേട്ടു. ഇപ്പോൾ ഈ ഇരുട്ടിൻ്റെ രാജ്യവും അതിലെ വ്യക്തികളെക്കുറിച്ചും കേട്ടു. ഈ ഇരുട്ടിൻ്റെ രാജ്യമാണ് സകല പ്രശ്നങ്ങളുടെ പുറകിലും. വചനം കടന്നു ചെല്ലുമ്പോൾ, വചനത്തിൻ്റെ ജീവനുള്ള വെളിച്ചം കടന്നു ചെല്ലുമ്പോൾ ഈ ഇരുട്ടോടി ഒളിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ ഇരുട്ട് ഒളിഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്ന മേഖലകളിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചം വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, പ്രിയ കേൾവിക്കാരുടെ എല്ലാം ജീവിതത്തിൽ വെളിച്ചത്തിൻ്റെ ശക്തി ഇറങ്ങിച്ചെല്ലണമേ, ഇരുട്ടിൻ്റെ ശക്തി വിട്ടുമാറണമേ, അവർക്ക് അനുഗ്രഹമാകണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.